ഉമ്മ നജീബേ ഈ ഇങ്ങനെ എന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ലട്ടാ. കഴിഞ്ഞില്ലേ ഇതുവരെ? ഇക്ക പൊക്കോട്ടുമ്മ. ഒന്നുമില്ലെങ്കിൽ എനിക്കിത്തിരി ഗമകാട്ടി നടക്കാലോ. എന്റെ ഇക്ക സിനിമ നടനാന്നും പറഞ്ഞ്. നബീസ്വേ ഇതരിഞ്ഞു തീർന്നെങ്കിലേ ആ ചെരവെടുത്ത് ഈ തേങ്ങ ചെരവിയേ എനിക്കൊന്ന് ഫോൺ ചെയ്യണം. അയ്യേ, ഒരു കുടുംബത്തിലേക്ക് കെട്ടിച്ചുവിടേണ്ട പെണ്ണാണ്. 24 മണിക്കൂറും ഫോൺ തന്നെ. എന്റെ ഉമ്മ, നിങ്ങൾ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. ഞാൻ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കായക്കച്ചവടമായിട്ട് കഴിഞ്ഞോട്ടെന്നാ. എന്താടാ കായക്കച്ചവടത്തിനൊരു കുറവ്? അതുകൊണ്ടല്ലേ ഈ ഞാനൊക്കെ വെള്ളം കുടിച്ച് കഴിയണേ. അതല്ലുമ്മ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോ കോഴിക്കോടും തിരൂരും പരപ്പനങ്ങാടിയിലും എന്റെ തല വെച്ച പോസ്റ്ററുകൾ ഇങ്ങനെ. അതോടുകൂടി എന്റെ തലയുണ്ടാവും. പരപ്പനങ്ങാടിയിലല്ല, ഈ പോരെന്റെ മധുരമ്മ. അന്റെ ബാപ്പ അതാടെ വെട്ടിവെക്കൂ. എന്നെ കൊണ്ടത് പറയിപ്പിക്കല്ല എന്റെ നജീബേ. അന്റെ ബാപ്പ അറിഞ്ഞ എന്താവും സ്ഥിതി നീ ആലോചിച്ചിട്ടുണ്ടാ? എന്റെ ഉമ്മ, ഞാൻ തിരിച്ചു വന്നിട്ട് വാപ്പാനെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കോളാം. അതുവരെ പിടിച്ചിരിക്കാൻ ഒരു ചെറിയ കള്ളം. എന്ന് പോയി എന്റെ നജീബേ. ഞാൻ പറഞ്ഞോട്ട് ഉമ്മ, മദ്രാസിൽ ഒരു കോളേജ് തുടങ്ങുന്നുണ്ട്, അവിടെ കമ്പ്യൂട്ടർ പഠിക്കാനെന്ന് പറഞ്ഞാ മതി. ഉമ്മ പറഞ്ഞ വാപ്പ വിശ്വസിച്ചോളും. ഇല്ലാച്ചാ പിന്നെന്താ വേണ്ടെന്ന് അറിയാം. ആദ്യമായിട്ടും അവസാനമായിട്ടും ഉമ്മന്റെ മോനൊരാഗ്രഹം പറഞ്ഞിട്ട്. എന്റെ നജീബേ, ഈ എന്നെ ബേജാറാക്കല്ലേ. അതാണ് ഉമ്മ ഞാൻ പറഞ്ഞത്. വാ നടക്കുമ്മ, പറയണ കേക്ക്. ഉമ്മ ഫോൺ തുപ്പാനെ വിളിച്ച കാര്യം പറയും. മദ്രാസ് എന്ന് പറഞ്ഞാൽ പോർഷ്യലൊന്നും അല്ലല്ലോ. ഏറിയ 2 മാസം. അത് കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് വരില്ലേ. മാറിക്കിടി. ഉമ്മ ബെല്ലുണ്ട്. ഹലോ. അത് അവിടെ കൊടുത്തിട്ട് ഇജ്ജ് വേഗം വന്നാൽ മതി. ഓക്കോ. പറയൂ. ഓൻ്റെ ഇഷ്ടം അതാച്ചാ ഓൻ പൊയ്ക്കോട്ടെ. പിന്നെ കോളേജ് ചേരാൻ കായ് വല്ലതും വേണമെങ്കിൽ ഓനോട് പീടിയേക്ക് വരാൻ പറ. ആയിക്കോട്ടെ, പറയാം. ഒരു വിധത്തിൽ മൂപ്പര് സമ്മതിച്ച്. അനക്ക് സന്തോഷായ? ഈ ഐ ലവ് യു ആർക്ക് വേണം? കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ? ഇങ്ങനെ പറയൂ. ഐ ലവ് യു. എന്റെ സൈനബാൻ, ഞാനെന്തോ ജീവപര്യന്തം തടവിന് പോകുന്ന പോലെയാണല്ലോ നീ കരയണേ. 2-3 മാസത്തെ കാര്യം. അത് കഴിയുമ്പോ ഞാനിങ്ങോട്ട് തിരിച്ചു വരില്ലേ. നിങ്ങളൊന്ന് കാണാണ്ടും കേൾക്കാണ്ടും. ഹൈ, ഞാൻ തിരിച്ചു വരുന്ന ഒരു സിനിമ നടനായിട്ടല്ലേ. അതല്ലേ നമ്മൾ രണ്ടാളും ഒന്നിച്ചേണ്ടക്കിനാവ്. ഇവളുടെ അടുത്ത് പിടിച്ചിരിക്കണമെങ്കിൽ ഭയങ്കര തന്നെ വേണം.